ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ബിഹൈൻഡ് ദ സീൻസ് ഐസിൻ്റെ വേണോ ചോദിച്ചൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഞങ്ങളുടെ ICU ഫിമിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടോ പേഷ്യൻ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നറിയാം. എങ്കിലും സാധാരണക്കാർക്കും അതുപോലെ തന്നെ കുറേ ഡൗട്ട് ഉള്ളവർക്കും ഇനിയിപ്പോൾ നഴ്സിംഗ് എടുത്ത് ഫസ്റ്റ് ഇയറിലോട്ട് വരാൻ വരുന്നവർക്കൊക്കെ കുറച്ച് നോളജൊക്കെ ഐസിനെ പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് തിരുത്തുക. അതുപോലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡ് വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ എമർജൻസി മെഡിസിൻ കാർട്ടാട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ എമർജൻസി മെഡിക്കേഷൻസ് ഒക്കെ ഉള്ളത് ഇത് ബൈഹാർട്ടായിട്ട് വെക്കുക, എവിടെയാണ് എന്താണെന്നൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ മെഡിസിൻ കൊടുക്കാനും അതുപോലെ നമ്മുടെ ഇഞ്ചക്ഷൻ ട്രേയും ഒക്കെ ഉള്ള കേട്ടോ ഈ ഒരു ട്രോളി. ഇൻഫ്യൂഷൻ പമ്പ്, സിറിഞ്ച് പമ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഐസിൽ എന്തിനാ ഫ്രിഡ്ജെന്ന് ഒരുപാട് പേഷ്യൻ്റ് പാർട്ടീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ പല ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ട്. നമ്മളത് പുറത്ത് വെക്കാൻ പറ്റാതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേ വെക്കാൻ പറ്റുള്ളൂ, അതിനായിട്ട് വെച്ചേക്കുന്നത്. അതുപോലെ ഇത് ECG മെഷീൻ, ഡിഫിബ്രിലേറ്റർ, അതുപോലെ ഇതാണ് നമ്മുടെ വെൻറ്റിലേറ്റർ. അപ്പോൾ പല ടൈപ്പ് ഓഫ് വെൻറ്റിലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഓരോ ബെഡിന് മേളിലായിട്ട് മോണിറ്റേഴ്സ് ഉണ്ട്. എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഓക്സിജൻ കണക്ട് ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഇത് സക്ഷൻ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഐസിയുവിൽ തന്നെ ഒരു ഡയാലിസിസ് മെഷീനുണ്ട്. കാരണം ഇവിടെ കേട്ടോ ഡയാലിസിസ് ഒക്കെ നടക്കുന്നത്. പിന്നെ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് ജനാർദ്ദ ഹോസ്പിറ്റലാട്ടോ. പിന്നെ എല്ലാ ബെഡിൻ്റെ മേളിലായിട്ട് ഓരോ മോണിറ്റേഴ്സ് ഉണ്ട്. ഇത് കഫും അത് പ്രോബും ഒക്കെ നമ്മൾ പേഷ്യൻസിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ECG ലീഡ്സും കണക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഓരോ മോണിറ്ററിൻ്റെ മേലെ ഉണ്ടാവും. പിന്നെ ICUവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെ പറയണം. കാരണം ഇതൊരു സൈഡിലായിട്ടാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഇടണമെന്ന് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന്. അതുപോലെ ഇത് ചാർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി വേണം നമുക്ക് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഐസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ബൈ ഗൈസ്.